അപ്പൊ ഇന്ന് നമ്മളെല്ലാരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഓണസദ്യ കഴിക്കണം. ഓണം വരുന്നല്ലോ. പിന്നെ അതുപോലെ കുഞ്ഞാക്ക് 2 ഉടുപ്പ് വാങ്ങണമെന്നുണ്ട്. ഓണത്തിന് ഇടാൻ പറ്റിയ 2 ഉടുപ്പ്. വാവയ്ക്ക് ഉടുപ്പ് വേണമെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും ഉടുപ്പുണ്ട്. ഇന്ന് നമ്മളൊരു സദ്യ കഴിക്കാൻ പോവാണ്. കുറെ നാളായി സദ്യ കഴിച്ചിട്ട്. ഇപ്പൊ നമ്മള് കാറ്ററിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തോണ്ടേ ഇല്ലേ അമ്മേ? സദ്യ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തു പോയി കഴിക്കേണ്ട അവസ്ഥയായി. അപ്പൊ എന്നാലും എന്താ നമ്മള് കടയിൽ എത്തിയതിനു ശേഷമൊക്കെ കാണിക്കാട്ടോ. കുഞ്ഞാവേ ഹായ് പറയൂ എല്ലാരോടും. സുഖാണോ ചോദിക്കൂ? മുത്തശ്ശി എങ്ങനെയുണ്ട് സദ്യ? 2 കൂട്ടം പായസൊക്കെ ഉണ്ട്. വായ തുറന്നിരിക്കുക കുഞ്ഞാവ അല്ലേ? എന്തേ ജ്യൂസും വേണം അതിന്റെ ഇടയിൽ കൂടെ? വെറുതെ അല്ലാട്ടോ അത് പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിതാ നല്ല കഴിക്കണോ. 2 ഉരുള അമ്മ എന്ത് വായ കൊടുക്കുമ്പോ 2 ഉരുള അതിന് മാത്രം ലൈക്കും തന്നോളൂ. കുഞ്ഞാക്കി നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തോ കുറുമൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും ഒരു വെജ് നൂഡിൽസും അതുപോലെ തന്നെ പനീറിൻ്റെ ഒരു പനീറിൻ്റെ ഐറ്റം അതുപോലെ സ്റ്റാർട്ടറായിട്ട് ചില്ലി ഗോപിയുടെ ഒരു ഐറ്റം ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സ്പൈസി ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഇവിടുത്തെ ഫുഡ്. നമ്മൾ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നേരിട്ട് കണ്ട് പിന്നെ ഞങ്ങൾ കിച്ചൻ്റെ ഉള്ളിലൊക്കെ ഇതിൻ്റെ മുന്നേയൊക്കെ കയറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴും നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ ഇവിടെ കാറ്ററിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഫുഡ് കഴിക്കാം. പിന്നെ ഫുഡിൽ കഴിക്കാം എന്നുള്ളതിലുപരി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ എന്നിട്ട് എപ്പോഴും പറയും, ഈ ഷെഫൊക്കെ മറ്റേ ആ ഒരു സിനിമയിലില്ലേ ബാബുരാജിനെ കൊണ്ടുപോകണില്ലേ വീട്ടിലേക്ക്, അതേപോലെ നമുക്ക് ഷെഫിനെ വീട്ടിലേക്ക് കൊണ്ടായാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇങ്ങനത്തെ ചൈനീസ് ഫുഡുകളൊക്കെ കഴിക്കാമല്ലോ. ഇത് വന്നിട്ട് നമ്മളുടെ വിരാസറ്റ് റെസ്റ്റോറൻ്റാണ്, പെരിന്തൽമണ്ണയാണ് കേട്ടോ. പൊന്നിയാകുറിശി റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ വന്ന് കഴിഞ്ഞതിൽ പിന്നെ ഒരു വലിയ ബസ് ഫുൾ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഈ ഫുൾ ആൾക്കാർ അവിടെ ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുട്ടിയുടുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കുഞ്ഞാവയ്ക്ക് ഓണത്തിന് ഇടാൻ പറ്റിയത് കുഞ്ഞാവയ്ക്ക് മാത്രം കേട്ടോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഭംഗിയുണ്ടോ കുഞ്ഞാവേ? ഇഷ്ടായോ? അങ്ങനെ നമ്മള് മുത്തശ്ശി എവിടെ നമ്മൾ വന്നിരിക്കുന്നത്? ക്രിബീസില്. അതെ, അത് പറ്റും. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്ന് നമുക്ക് കുഞ്ഞാവയ്ക്ക് ഒന്ന് ഓണക്കോടി എടുക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാം എടുത്ത് കാണിച്ച് അതേപോലെ വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല കളക്ഷനാണ്. കുട്ടികൾക്ക് മാത്രമുള്ള ഷോപ്പ് ആയതുകൊണ്ട് കുറേ അധികം കളക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇവിടെ. അതെ, പുതിയതൊക്കെ വന്നിട്ടുണ്ട്. പാർട്ടി ഗേൾ മുത്തശ്ശി, ഇന്ന് നമ്മള് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ക്രിബീസിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതെ അതെ, ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുമ്പോഴേ അവിടെ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ആകുമ്പോൾ ചിലപ്പോൾ കുട്ടികളുടെ കളക്ഷനൊക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പൊ ഇവിടെ പിന്നെ കുട്ടികളുടെ മാത്രമായിട്ടുള്ള ഒരു ലോകമാണ് മുത്തശ്ശി. അപ്പൊ പെൺകുട്ടികൾക്കൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഡ്രസ്സ് ഇട്ടാലും മതിയാവും. അപ്പൊ കുഞ്ഞാവൊക്കെ ഏതൊക്കെ ഡ്രസ്സ് ഇട്ടാലും നല്ല ഭംഗിയുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നിയില്ല. അതെ അതെ, ഇത്തവണ നമ്മൾ ക്രിബീസിൽ ഓണം പർച്ചേസിന് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് കുഞ്ഞാക്കിലെ 2-3 ഡ്രസ്സുകൾ, ഓണത്തിന്റെ ഡ്രസ്സുകൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഓഫറും കൂടെ കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ഓണക്കോടി എടുക്കണേ ആണ്. അതെ, ഇങ്ങനത്തെ നമ്മളുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ എടുക്കുന്ന സമയത്തുള്ള ഒരു ഓഫറാണ്. ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ ലേസ് വർക്ക് വെച്ച് ഇങ്ങനെ കുറച്ച് കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കുഞ്ഞി പെൺകുട്ടികളൊക്കെ ഇടുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും കാണാൻ തന്നെ. എന്താ ഓഫർ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓഫർ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഓണത്തിന് ഇടാൻ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ ട്രഡീഷണൽ ഡ്രസ്സില്ലേ, നമ്മുടെ സാധാ മറ്റേ ഡ്രസ്സല്ല, കുട്ടികളുടെ നോർമൽ ഓണത്തിന് ഇടാൻ പറ്റിയ ഇങ്ങനത്തെ ട്രഡീഷണൽ ഡ്രസ്സ് വാങ്ങിയിട്ട്
ക്രിബീസ് എന്നുള്ള പേജും കൂടെ കൊളാബ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡിന്റെ വീഡിയോ തയ്യാറാക്കിയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് സെലക്ട് ചെയ്യണവർക്ക് 5000 രൂപയുടെ ഫ്രീ പർച്ചേസ് ആണ്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഉടുപ്പ് വാങ്ങിയിട്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വീഡിയോ 30 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക, ഇവരുടെ പേജായിട്ട് കൊളാബ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 5000 രൂപയുടെ ഡ്രസ്സുകളെല്ലാം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോവാം. എനിക്കത് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ ഇതിൽ ഏതാ കുഞ്ഞാക്ക് വേണ്ടത് സെലക്ട് ചെയ്യാണ്. കുഞ്ഞാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്താ അറിയോ, അവിടെ ഇരുത്തേണ്ടാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് ഭംഗിയില്ലേ അമ്മച്ചിട്ടേ, ഇത് വീഡിയോ എടുക്കൂ അത് നല്ല ഭംഗിയുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതും ഇവിടെ ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഹെയർ ബാൻഡ് അപ്പൊ കുട്ടികൾക്ക് തലയിൽ ഇങ്ങനെ ഇട്ടു. അതെ അതെ, എല്ലാം മാച്ച് ആവും. അതെ. പിന്നെ അതുപോലെ വേറൊരു അത് നേരെ കാണിക്കാമോ ഫ്രണ്ട് ഭാഗം? പിന്നെ വേറൊരു പാറ്റേൺ ഇതാണ് കേട്ടോ. അതും ഭംഗിയുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള, നമുക്കിപ്പോ ചെറിയ കുട്ടികൾക്കൊക്കെ ചിലപ്പോ മേലെ കുത്തുന്ന രീതിയിലൊക്കെ തോന്നില്ലേ, ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ലൊരു ടിഷ്യൂ പോലെയും അതുപോലെ തന്നെ നല്ല ക്രീം കളറിലുള്ള ഡ്രസ്സ്, ക്രീമും ഗോൾഡൻ കളറും. അതെ, അതാണ് പറഞ്ഞത്. ഈ ഒരു കളറിലുള്ള ഡ്രസ്സ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. 5000 രൂപയ്ക്ക് വീട്ടിലുള്ള കുട്ടികൾക്കുള്ള എല്ലാം വാങ്ങിക്കാം. അതെ, ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കുറച്ചൊരു മോഡൽ, കുറച്ചുകൂടെ ഒരു അതെ അതെ അതെ, നല്ല ഭംഗിയുണ്ട്. ഇത് കയ്യിൽ ഇങ്ങനെ ഫ്രില്ല് വെച്ചിട്ട്, ടിഷ്യൂവിന്റെ ഫ്രില്ല് വെച്ചിട്ട് കുഞ്ഞു കുട്ടികൾക്ക് കൈയില്ലാത്ത ഡ്രസ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഫ്രില്ല് വെച്ച മോഡലാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. പിന്നെ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള റോസ് പൂവിന്റെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ തടിയില്ലാത്ത കുട്ടികൾക്കൊക്കെ എങ്ങനെ ഇരിക്കും, ഡ്രസ്സല്ലേ കാണാൻ. ഇതിനുണ്ടല്ലേ ഹെയർ ബാൻഡ്. ഇതിനും ഹെയർ ബാൻഡ് വന്നിട്ടുണ്ട് കേട്ടോ. വിത്ത് ഹെയർ ബാൻഡ് ആണ്. അധികം എല്ലാതും വിത്ത് ഹെയർ ബാൻഡ് തന്നെയാണ്. കാരണം മുടി ഇത്രയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ ചെറിയ കുട്ടികൾക്ക്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി ആയിക്കോളും. അതിനാണ് കുറെ ഉണ്ട് കേട്ടോ. അതാ ഇതൊക്കെ. പിന്നെ ഇതിൽ തന്നെ വയലറ്റ് കളർ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ 500 രൂപയുടെ ഉള്ളിലൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ റേറ്റ് വന്നിട്ട്. പിന്നെ നമ്മളുടെ നോർമൽ അല്ലാത്ത, ഇനി നമുക്ക് ബോയ്സിന്റെ കൂടെ കാണിക്കാം. നോർമൽ അല്ലാത്തതും ഉണ്ട്. ആൺകുട്ടികളത് ഇത് പുളിയിലക്കരയല്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ല നമ്മളുടെ വലിയ ആണുങ്ങളുടെ ഒക്കെ പോലെ കുട്ടികൾക്കും. അതുപോലെ ചൈനീസ് കോളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. പണ്ടൊന്നും കുട്ടികൾക്കൊന്നും. അതെ 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 അതെ, ഇത് പുതുമണവാളൻ അതുപോലെ ഉണ്ട്. അതെ, ഇത് ഭംഗിയുണ്ട്. ഇത് ഫുൾ കൈയാണ് അല്ലേ. പൊടി കുട്ടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇപ്പൊ നമ്മള് മുണ്ടല്ലേ കണ്ടത്. കുട്ടികൾക്ക് ചിലപ്പോ മുണ്ട് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിലോ, ചിലപ്പോ ഉടുത്ത അയിഞ്ഞു പോയാലോ, ചിലപ്പോ അവര് ഓടി കളിക്കുമ്പോ കഴിഞ്ഞു പോയാലോ. അപ്പൊ നമുക്ക് സോസർ ഉണ്ട്. കുഞ്ഞാവ് അങ്ങനെ പറയാം, സോസർ. ഷർട്ടും ട്രൗസറും വന്നിട്ടുണ്ട് കേട്ടോ. അതും സെയിം പാറ്റേൺ തന്നെ. ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ടിഷ്യൂ മെറ്റീരിയൽ ആണ്. നല്ല ഭംഗിയുണ്ട്. ആൺകുട്ടികളൊക്കെ ഇട്ട് നല്ല ചന്ദനക്കുറിയൊക്കെ തൊട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതൊക്കെ 500 രൂപയുടെ ഉള്ളിലുള്ളൂ. അമ്പലത്തിൽ പോകുമ്പോ എടുക്കാം. അതെ, അമ്പലത്തിൽ പോകുമ്പോ ഇപ്പൊ ചോറൂണ്, ഇനിയിപ്പൊ കല്യാണങ്ങളൊക്കെ വരുന്ന ചിങ്ങമാസം വന്ന് ചേർന്നാൽ പിന്നെ ഞാൻ മുത്തശ്ശിനെ പക്ഷെ സ്വന്തം ആരും തരില്ല. അത് ആദ്യം പറയാ. ഇങ്ങോട്ട് വരും ഇന്നലെ കാണുന്നു മുത്തശ്ശി അവിടെ പോയിന്ന് എങ്ങനെയാ. അപ്പൊ ചിങ്ങമാസം കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ബാക്കി എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ വെച്ച് കല്യാണമൊക്കെ നടക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അമ്പലങ്ങളിലൊക്കെ കല്യാണം നടക്കുമ്പോ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയല്ലേ കാണാൻ. അപ്പൊ 2-3 എല്ലാരും എടുത്താലേ നമുക്ക് സൂക്ഷിച്ച് സ്റ്റോക്ക് ആക്കി വെക്കാലോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് 0 to 3 years വരെ ഉള്ളതാണ് കേട്ടോ. നല്ല ഇഷ്ടമായി. കുട്ടികളുടെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ആൺകുട്ടികളുടെ പക്ഷെ ആൺകുട്ടികൾക്ക് ഇങ്ങനെ കുട്ടിമുണ്ടൊക്കെ കിട്ടാൻ നല്ല പണിയാണ്. പക്ഷെ ഇവിടെ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് ഇങ്ങനെ ചൊറിച്ചിൽ പോലെ ഒന്നും തോന്നില്ല. നല്ല മെറ്റീരിയലാണ്. ഇനിയിപ്പോ നമുക്ക് കുഞ്ഞാവയ്ക്കുള്ള ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതെടുക്കണം? കുഞ്ഞാവയ്ക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് എടുത്താൽ എന്താ കുഴപ്പമെന്നറിയോ, കുഞ്ഞാവ് വേഗം ചെളിയാക്കും. അപ്പൊ കുഞ്ഞാവയ്ക്ക് കളർ ടൈപ്പ് ആകുമ്പോ ഞാൻ അവിടെ 2-3 കണ്ടു. ഞാൻ കാണിച്ചെന്നെ ഇതിന്റെ ബ്ലൂ ബ്ലൂ ആണത്, മെറൂണും അക്വ ബ്ലൂ, പിന്നെ മെറൂൺ നമ്മുടെ ഫേവറേറ്റാ. ഇത് 2 രസമുണ്ടല്ലോ. പക്ഷേ വിത്ത് ബോയ് തന്നെയാണ് കേട്ടോ ഇതിന്റെ കൂടെ. അതെ അതെ,
ഇങ്ങനെ 2 തട്ട് ഇട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഉടുപ്പാണ്. തടിയുണ്ടേ തോന്നുന്നു. ആ ഇട്ടാല് പിന്നെ പട്ടുപാവാട ടൈപ്പ്. ഇതൊക്കെ കുഞ്ഞു കുട്ടികളില്ലേ അങ്ങനത്തെ ഇടുമ്പോ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച വൈറ്റ് കളറിലുള്ളത് നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് ഇവിടെ ഉണ്ടോ ഇതാ, ഇത് നല്ല രസമുണ്ട്. ഇത് നല്ല രസമുണ്ട് കാണാൻ. നല്ല പോവാണ് എല്ലാത്തിനും ഹെയർ ബാൻഡ്. നല്ല സോഫ്റ്റ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കോട്ടൺ അല്ലേ മുത്തശ്ശി? നല്ല കോട്ടൺ ആണ്. എന്നാൽ തന്നെ എല്ലാം 500 ഇപ്പൊ നമ്മള് പട്ടുപാട സാധാരണ തുണിയെടുത്ത് തയ്ക്കാൻ തന്നെ ആവണുണ്ടാക്കും. ഇത് പിന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 2 കുട്ടി ബോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് ഇങ്ങനെ വേറൊരു ഫാഷനിലുള്ള ഒരു മെറ്റീരിയല്. ഫാഷൻ മീൻസ് കുറച്ചും കൂടെ ഒരു കസവൊക്കെ വന്ന ടിഷ്യൂന്റെ മെറ്റീരിയൽ. അതെ, ഇവിടെ പിന്നെ സാധാരണ നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ ആണ്. താഴെ പിന്നെ ഈ സെയിം തന്നെ ഈ സാധനം തന്നെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് നല്ലൊരു ബാക്കിൽ തന്നെ ഇങ്ങനത്തെ നല്ല ബട്ടണൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. കുട്ടി ഉടുപ്പ് ഇതൊക്കെ കിടാൻ പാകായിരുന്നെങ്കിൽ ഞാൻ ഇട്ടായിരുന്നു. ഇങ്ങനെ ചെത്തി നടക്കായിരുന്നു. പക്ഷെ ഇടാൻ പാകല്ല. എന്ത് ചെയ്യാനാ? അങ്ങനെ കൊറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ ഇപ്പൊ നിങ്ങക്ക് ഓണത്തിനിപ്പോ കുട്ടികൾക്കൊക്കെ ഇത് വാങ്ങിയിട്ട് വീഡിയോ ഇട്ടാലേ നമുക്ക് ആ ഒരു ഓഫർ പർച്ചേസ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നോർമലി കുട്ടികൾക്ക് ഓണക്കോടിയൊക്കെ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നല്ല ക്ലോത്ത് മെറ്റീരിയൽ ഒക്കെ ആയിട്ടുള്ള കാണാം. ഡെയിലി വെയേഴ്സ് ഉണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ നമ്മളുടെ അക്കോബ. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഈ പിങ്ക് കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് നല്ല ഭംഗിയാവുമല്ലോ. നല്ല ഭംഗിയായിരിക്കും. കൊറേ ഉണ്ട് കേട്ടോ, കൊറേ മോഡലുകളുണ്ട്. ഉണ്ട് ഒരുപാടുണ്ട്. കണ്ടതൊന്നുമില്ല, നിങ്ങൾക്ക് ആ പഴയ വീഡിയോ പുതിയ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കൊറേ ഉണ്ട്. പിന്നെ അത് മാത്രല്ല മൂത ഒരുപാട് കുഞ്ഞു കുട്ടികൾക്കുള്ള ഷൂ മാച്ച് ചെയ്തതൊക്കെ ഇടാൻ വേണ്ടിട്ടും കുഞ്ഞ് എത്ര പൊടിക്കയ്യോ നല്ല സോഫ്റ്റ് ആണ്. എന്റെ പേര് ഇതിനേക്കാ ചെറുതാ. ഇതൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ചിങ്ങമാസത്തിലൊക്കെ ഏതെങ്കിലും കുട്ടികളൊക്കെ പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ കുട്ടികളല്ല അമ്മമാരൊക്കെ എന്താ പറയാ ബേബി ആയിട്ടിരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ക്ലോത്ത് മെറ്റീരിയൽ ഇപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള സാധനം കേട്ടോ. ഇവിടെ സ്കേർട്ടും ടോപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ രസമുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്ക് വലിയ ലൈറ്റ് കളർ ഇട്ടാലും ഭംഗിയല്ലേ മുത്തശ്ശി? വേറൊരു മോഡലാട്ടോ. നല്ല ഒരുപാടുണ്ട് കേട്ടോ. ആ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കുഞ്ഞാവ് പറയണ പോലെ ബാബ സൂട്ട് പോലെ ഉണ്ട്. വന്നപ്പോ ഇല്ല അന്നില്ല. അന്ന് നമ്മൾ ആൺകുട്ടികളതായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ ബാബാ സൂട്ട്. ഇത് നല്ല രസമുണ്ട് കാണാൻ. കുട്ടികളുടെ നല്ല കൊറേ അധികം വെറൈറ്റി അല്ലേ? എന്തായാലും മാളൂനും ഒന്ന് കുഞ്ഞാവയ്ക്കും ഒരു ബേബി ഇതാ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അതിന്റെ ഇടയില് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട്. അതെ നല്ല ഇഷ്ടായി. ഹായ് ഹായ് ബേബി നമ്മളെ നോക്കണം. ഹായ് ഒരു ഹായ് തരുമോ? ഇല്ല. ഞങ്ങള് വരുമ്പോഴേക്കും കുഞ്ഞാവയില് കാർ ഓടിച്ചപ്പോ വീട്ടിലെത്താന്നാ പറയണത്. ഇഷ്ടായോ? ബൈ കൊടുക്ക എല്ലാവർക്കും. ഇരുന്നേ ഇവിടെ കൊറേ അധികം ടോയ്സ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ കണ്ട ടോയ്സ് ഒക്കെ പോയിരുന്നു കേട്ടോ. പുതിയ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ടൊക്കെ കാണാൻ. ഈ ഡോളിലൊന്നും അയ്യോ ക്യൂട്ട്, ശരിക്കും ജീവുള്ള പോലെ അല്ലേ? ക്യൂട്ട് ലിറ്റിൽ ഗേൾ. ഏകദേശം എന്റെ പോലെ ഉണ്ട് അല്ലേ? ഉണ്ട്. ആ മുഖം പാലുപ്പിയൊക്കെ ഉണ്ട്. അതെ, നല്ല നല്ല ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് പറ്റിയ ഓഫർ പ്രൈസിലാണ് ഇതൊക്കെ. കണ്ണട വെച്ചിട്ടുള്ള ടോയ് ഉണ്ട്. ഇത് വക്കീലാണ്, ലോയർ കരീന. ഇത് നേഴ്സ്. നല്ല രസമുണ്ടൊക്കെ. കരീന നേഴ്സ് ഉണ്ട്. പല മോഡലാ, പല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി മണികളായി നിക്കണു. അതെ, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. യെല്ലോ, ഗ്രീൻ, പിന്നെ കൊറേ അധികം അല്ലാത്ത പിന്നെ കിലുക്ക് അങ്ങനത്തെ സംഭവങ്ങൾ അന്ന് നമ്മള് കുഞ്ഞു കുട്ടികൾക്കുള്ള ടോയ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇതിന് പഠിക്കാനുള്ളതൊക്കെ ഇല്ലേ, മാച്ചിങ് ആൽഫബറ്റ്
കാർഡ്. ഫ്ലാഷ് കാർഡ് അല്ലേ? ഇത് എനിക്ക് തോന്നുന്നു നമ്മള് നോർമലി ഇങ്ങനെ കളിക്കുന്ന ആ ടൈപ്പ് തന്നെ അല്ലേ? ABCD അല്ലേ? ആ അതെ അതെ. അതിലെന്തൊക്കെയാണ് A for apple, A for ant, എയറോപ്ലെയിൻ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ കുട്ടികൾ പഠിക്കൂലോ ഇതൊക്കെ കണ്ടാല്. അതെ. അങ്ങനത്തെ കുറെ കാർഡ് ഗെയിം കളിക്കാനുള്ളത്. വാശി പിടിക്കില്ലേ എഴുതാനൊക്കെ പറയുമ്പോ അല്ലേ? കളറിംഗ് ബുക്ക് ഒക്കെ ഉണ്ട്. നോർമലി നമ്മുടെ അങ്ങനത്തെ ഫൺ ടോയ്സ് ഒക്കെ ഉണ്ട്. അതെ. എന്തായാലും കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലേ ഒക്കെ വേണം പറയും. ആ ന്യൂ ബോൺ ബേബിയുടെ ബെഡുകളൊക്കെ വന്നിട്ടുണ്ട്. ആ പിന്നെ അതുപോലത്തെ ഇതും അതന്നെ കേട്ടോ, അവർക്കുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡുകളാണ്. പിന്നെ കുറച്ചധികം ടോയ്സ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മൾ അന്ന് വന്നപ്പോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പൊ. പിന്നെ അവിടെ ഇരുന്നോളൂ കേട്ടാ, പോകുമ്പോ വിളിക്കാട്ടോ. കൊറേ അധികം ഇതൊക്കെ നോക്കമ്മേ. വോക്കറൊക്കെ കുട്ടിനി കൊറേ ഉണ്ട് കേട്ടോ, ന്യൂ ബോൺസിന്റെ തൊട്ടിലൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനും പിന്നെ കളിക്കാനൊക്കെ പറ്റിയ ടേബിൾ ഏതാ, അങ്ങനത്തെ ടേബിളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കുഞ്ഞു ചെയറൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടേബിൾ ഉണ്ട്. നല്ല ഇഷ്ടമായിട്ടോ, അത് ഭംഗിയുണ്ട് അല്ലേ? താഴെ പോയിട്ടുള്ള ഫുഡും വേണമെങ്കിൽ വെള്ളവും ഒക്കെ സൈഡിൽ വെക്കാം. അപ്പൊ ഇരുന്ന് പഠിച്ചോളൂ. അതെ. പിന്നെ അതുപോലെ വിത്ത് ലൈറ്റ് വരുന്ന ഒരു ടേബിൾ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്. ചെയറും ടേബിൾ ലാമ്പ് അല്ലേ? ടേബിൾ ലാമ്പ്. ഇവിടെ എന്തെങ്കിലും ഇപ്പൊ അവർക്ക് വെള്ളം വേണമെങ്കിൽ ഗ്ലാസ് ഒക്കെ വെക്കാം. ഇവിടെ വേണമെങ്കിൽ അവരുടെ ടൈം ടേബിൾ ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഒട്ടിച്ചു കൊടുക്കാം. എന്താ ടേബിൾ ലാമ്പും കൂടെ വന്നിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്കൂട്ടറുകളൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു കുട്ടികൾക്കുള്ള. രസമുണ്ടല്ലേ? അതെ. ആളുതാ വോക്കർ കൊണ്ട് കിടക്കുന്നുണ്ട്, സൈക്കിൾ വോക്കർ. ഫ്രൂട്ട്സും ബാസ്ക്കറ്റ് ഒക്കെ വെച്ചിട്ട്. പിന്നെ അതുപോലെ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുട്ടികൾക്കുള്ള സുഖമായിട്ട് ഉറങ്ങാം. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണോ വേണ്ടത് അതൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ലാസ്റ്റ് അവിടെ പറഞ്ഞു. പിന്നെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള എല്ലാവിധ ഇപ്പൊ സെറ്റാഫിലിന്റെ ആണെന്നുണ്ടെങ്കിലും അവീനോടെ ആണെന്നുണ്ടെങ്കിലും മാമാഎർത്തിന്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാവിധ ബ്രാൻഡഡ് ആയിട്ടുള്ള ലോഷൻസ്, ഷാംപൂ, ഓയില്, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, സോപ്പ്, സെബാമെഡിന്റെ ഇതാ സോപ്പ് നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ. സെബാമെഡിന്റെ കുറേ പേര് നല്ല ക്ലെൻസിങ് ബാർ ആണ്, കുറേ പേര് ഇതിനെ പറ്റി നല്ല റിവ്യൂ ഒക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ അവർക്ക് പറ്റിയ പൗഡറുകൾ ഉണ്ട്. പിന്നെ ലിപ് ബാം, കുഞ്ഞു കുട്ടികൾക്ക് ലിപ് ബാം ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതാകുമ്പോ പിന്നെ ഒരു അലർജി കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നോക്കട്ടെ മാളിന് ഇഷ്ടായോ? ഓ കുഞ്ഞു കുട്ടിയാ മാള്, കുഞ്ഞാക്ക് പറ്റും. ബെഡുകളൊക്കെ പുതിയ ഐറ്റംസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സുഖമായിട്ട് ഉറങ്ങും. അതെ, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ്. ഇതിൽ കിടന്ന ഏത് കരയണ കുട്ടിയും വേണ്ട അമ്മേന്നോട് പറയും. അതെ, ഉറങ്ങും. ഇതിലൂടെ ഉറങ്ങിയാൽ മതി എന്ന് പറയും. കാരണം അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡാട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ? എനിക്കത് ഇങ്ങനെ എടുക്കാനും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാനും. സിബ് ഉണ്ടേ, അതന്നെയാണ് സിബ്. അതാ ശരിയാ, അതാണ് കുട്ടികളങ്ങനെ പിടിക്കണ, എടുത്ത് പിടിക്കണ. അതെ അതെ, മറ്റേ കിടന്നുറങ്ങണതല്ല. അതല്ല, ഞാൻ ആദ്യം അതാന്ന് വിചാരിച്ചത്. അങ്ങനത്തെ കുറെ ബെഡുകളുണ്ട് കേട്ടോ, കുട്ടികൾക്കുള്ള പല കളേഴ്സിലുണ്ട്. പ്രിന്റുകളൊക്കെ നോക്കൂ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ മെറ്റേണിറ്റി ബാസ്ക്കറ്റുകളുണ്ട്. ന്യൂ ബോൺ ബേബീസിന് ഇതാ പൊടിക്കുട്ടികൾക്കുള്ള ഇതൊക്കെ ഇത്രയും സോഫ്റ്റ് ആയിട്ട് പോപ്പീസിന്റെ ആണെന്നുണ്ടെങ്കിലും അല്ലാണ്ട് ഇവരുടെ ഓൺ ബ്രാൻഡിന്റെയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അപ്പൊ കുട്ടികൾക്ക് അങ്ങനെ അലർജിക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല. അങ്ങനെ നമ്മൾ ക്രിബീസിന്ന് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് തന്നെ പോന്നു. ഇവർക്ക് ഓൺലൈൻ ഡെലിവറി കൂടി ഉണ്ട് കേട്ടോ. ഞാൻ നമ്പറോടെ താഴെ കൊടുക്കാം. 30 സെക്കൻഡിന്റെ വീഡിയോ ആരും മറക്കരുത്. എന്നാലേ 5000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന് കുട്ടികൾക്ക് ഫ്രീ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും.